ഹലോ ഗൈസ്, ഞാൻ ഒരു കാര്യം പറയാണ്ട് വന്നതാണ്. ഞാൻ TVSന്റെ ജൂപ്പിറ്റർ 125 വണ്ടിയാണ് യൂസ് ചെയ്യുന്നത്, പുതിയ മോഡല്. പിന്നെ ഞാൻ അതല്ല പറയുന്നത്, അവരുടെ വണ്ടി പറ്റ മോശാട്ടോ. കാരണം സർവീസ് TVSന്റെ കമ്പനിന് ഞാൻ കുറ്റം പറയുന്നില്ല. പ്രിൻസ് സർവീസ് സെന്റർ കോഴിക്കോടുള്ള പുതിയറാണ് സർവീസ് സെന്റർ ഉള്ളത്. പറ്റ മോശമാണ്. ഞാൻ എടുത്ത മുതൽ ഒരു കൊല്ലം കഴിഞ്ഞു ഞാൻ എടുത്ത മുതലുള്ള കംപ്ലൈന്റ് അവര് പേയ്മെന്റ് വാങ്ങാന്നല്ലാതെ റെഡിയാക്കി എന്ന് പറഞ്ഞിട്ട് ഇതുവരെ റെഡി ആയിട്ടില്ല. ഇപ്പൊ 2-3 ദിവസം മുമ്പ് ഞാൻ അവർക്ക് കംപ്ലൈന്റ് വീണ്ടും പറഞ്ഞിട്ട് കൊണ്ടുപോയപ്പം അവരറിഞ്ഞ് ഒരുപാട് ഓരോ കാര്യങ്ങൾ ഓരോന്ന് മാറ്റണം എന്ന് പറഞ്ഞു. ഓരോ പാർട്സുകളൊക്കെ മാറ്റാണ്ട് അത് മാറ്റിയാൽ റെഡി ആവുമെന്ന് പറഞ്ഞു. വീണ്ടും ഞാൻ മാറ്റിക്കോളൂ, അതിന് ഞാൻ പൈസ അടയ്ക്കാൻ തയ്യാറാന്ന് പറഞ്ഞിട്ട് അവര് ആ പാർട്സുകളൊക്കെ മാറ്റി എന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്ന്. ഞാൻ പൈസ അടിച്ചും ചെയ്ത്. 4,500 ഞാൻ അടിച്ച്, 4,300 അങ്ങനെ അടിച്ചും ചെയ്ത്. എന്നിട്ട് ഞാൻ വണ്ടി ഓട്ടുമ്പം വീണ്ടും ആ കംപ്ലൈന്റ് തന്നെ. എന്നിട്ട് ഞാൻ അവർ വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ കംപ്ലൈന്റ് റെഡി ആയിട്ടില്ല എന്നാണെന്നൊക്കെ. എന്റെ വീട്ടിൽ വന്നിട്ട് വണ്ടി എടുക്കാന്ന് പറഞ്ഞിട്ട് വണ്ടി എടുത്ത് കൊണ്ടുപോയിട്ട് എന്നിട്ട് ഒരു പറയാണ് അതിന്റെ ബെൽറ്റ് പോയിക്കണ്, അതിന്റെ ബെൽറ്റ് കംപ്ലൈന്റ് വന്നതാണ്, അതിനെക്കൊണ്ട് അത് മാറ്റണം, അത് 3,000 ആവുന്നു. അവര് വെറുതെ പൈസ ഈടാക്കാൻ വേണ്ടിട്ട് പല ഊടായ്പകൾ നടത്താണ്. അപ്പൊ ഞാൻ ഇന്ന് അവരെ സർവീസ് സെന്ററിൽ പോകുന്നുണ്ട്. സർവീസ് സെന്ററിൽ പോയിട്ട് എന്തൊക്കെയാന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് സർവീസ് സെന്റർ, നമ്മളെ പ്രിൻസ് സർവീസ് സെന്റർ ആട്ടോ. പ്രിൻസ് ആണ് സർവീസ് സെന്റർ വരുന്നത്. പ്രിൻസ് സർവീസ് സെന്റർ ആണ് കോഴിക്കോടുള്ള TVSന്റെ സ്ഥാപനമാണ് വരുന്നത്. അപ്പൊ ഫുള്ളും ഇവിടെ വരുന്ന എല്ലാ വണ്ടിയും സർവീസ് ചെയ്തതിന്റെ ഫുള്ളും സർവീസ് ഇല്ലാതെ എല്ലാം കംപ്ലൈന്റ് ആയിട്ടാണ് ഇവിടുന്ന് ആൾക്കാർ പോകുന്നത്. ഒന്നും റെഡിയല്ല. എന്താ പ്രശ്നം? അപ്പം ഇതിന് ഫസ്റ്റ് തൊട്ടിട്ട് എനിക്ക് ഫ്രണ്ടില് നല്ല ജെർക്കിംഗ് ആണ്. ഞാൻ വണ്ടി എടുത്ത മുതല് ഞാൻ ആ വണ്ടി എടുക്കുമ്പോൾ തന്നെ ഞാൻ അവരോട് പറഞ്ഞു ഭയങ്കര ജെർക്കിംഗ് ഉണ്ടെന്നാണ്. അപ്പൊ എന്നോട് പറഞ്ഞു അതൊന്നും റെഡിയല്ല. കണ്ടില്ല ഫുള്ളും ഇത് ഞാൻ ഒരു വർഷമായി ഇപ്പം ഈ ജൂപ്പിറ്റർ എടുത്തതിന് ശേഷം അങ്ങനത്തെ തന്നെയാണ് വരുന്നത്. എല്ലാ തവണയും സർവീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും പെട്ടെന്ന് കംപ്ലൈന്റ് വരിക. അപ്പം സർവീസ് ഇവിടുത്തെ റെഡി അല്ലാത്തതുകൊണ്ട് മാത്രമാണ് അങ്ങനെ വരുന്നത്. ഇപ്പൊ എനിക്ക് മാത്രമല്ല ഇതുപോലെ പരാതി ഉള്ളത്, ഇതുപോലെ ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ ഇവിടെ വരുമ്പം ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട്. ആണ് നടക്കുന്നത്, സർവീസ് ഫുള്ള് കംപ്ലൈന്റ് ആട്ടോ. ഇതാണ് എന്റെ വണ്ടി. ഇവിടെ ഫുള്ള് ഉടായ്പായിട്ട് ഞാൻ 2 വണ്ടി സർവീസ് ചെയ്തിട്ടും ഇവിടുന്ന് കംപ്ലൈന്റ് ആയിട്ടാണ് വരുന്നത് ഫുള്ളും കേട്ടോ. ഇതാണ് സർവീസ് സെന്റർ കോഴിക്കോട് പുതിയാറുള്ള പ്രിൻസ് TVS സെന്റർ ആണ് കേട്ടോ. ഇതാണ് സർവീസ് സെന്ററിന് ഇവിടെ നിന്നാണ് എടുക്കുന്നത്. ഒരു സർവീസും റെഡി അല്ലാതെ നിൽക്കുകയാണ് കേട്ടോ. എന്തായാലും എന്റെ വണ്ടി എടുത്ത് പോവാണ്. ഇവിടെ ഇനി എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ പുതിയറുള്ള സർവീസ് സെന്ററിൽ, പ്രിൻസ് സർവീസ് സെന്ററിൽ ഒരിക്കലും സർവീസ് റെഡി ആവുന്നില്ല. ഒരുപാട് ആൾക്കാർക്ക് കംപ്ലൈന്റ് ഉണ്ട്. ഒരുപാട് ആൾക്കാർ സർവീസ് കൊണ്ടേ എല്ലാവരും പറയുന്നത് ഒന്നും റെഡിയല്ല, ഇവിടുത്തെ സർവീസ് ഒന്നും റെഡിയല്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇനി ഞാൻ ഇവിടെ സർവീസിന് കൊടുക്കില്ല. ഞാൻ എവിടെ കൊടുത്താലും ഞാൻ ഇവിടെ കൊടുക്കൂല. അതേപോലെ തന്നെ എല്ലാവരും ചെയ്യണം. കാരണം ഇവര് നമ്മൾ പറ്റിക്കപ്പെടുകയാണ്, ഇവര് നമ്മളെ പറ്റിക്കുകയാണ്. അപ്പൊ ഒരിക്കലും ഇത് നടപ്പിലാക്കണ കാര്യമില്ല. ഇതെന്തെങ്കിലും തീരുമാനമാക്കാതെ ഒരിക്കലും മുന്നോട്ട് പോകാൻ പാടില്ല. ചേട്ടാ ചെയ്യണത്, നമ്മൾ സർവീസിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കംപ്ലൈന്റ് ആണ്, ഇത് കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞിട്ട് അവർ മാറ്റും. ആ മാറ്റിയത് എന്താണെന്ന് പോലും നമുക്ക് കാണിച്ചു തരുന്നില്ല. അവർ പറയാന്നല്ലാതെ നമുക്ക് കാണിച്ചു തരുന്നില്ല. ഇപ്പൊ എവിടെയെങ്കിലും സർവീസ് കൊണ്ടുണ്ടെങ്കിൽ നമ്മളെ ഡിക്കിയിൽ എടുത്തിടും. ആ സർവീസ് ചെയ്ത സംഭവം, എന്റെ കംപ്ലൈന്റ് വന്ന സാധനം, എന്തെങ്കിലും പാർട്സുകൾ അത് നമ്മളെ ഇതിലിടും. ഇത് അവരിടുന്നില്ല. ഇപ്പൊ മാറ്റി എന്ന് പറയുന്നല്ലാണ്ട് 4,500 കൊടുത്തിട്ടാണ് ഞാൻ ഇത് കംപ്ലൈന്റ് റെഡിയാക്കിയത്. എന്നിട്ട് വീണ്ടും ഇപ്പം ഒരു 3,000 റെഡിയാക്കിയാല് 3,000 പിന്നെ വേറെന്തോ മാറ്റണം എന്നൊക്കെയാണ് അവർ പറയണത്. അപ്പൊ വീണ്ടും ഞാൻ ഇപ്പൊ 2-3 ദിവസമായിട്ടുള്ളൂ ഞാൻ സർവീസ് ചെയ്ത് കഴിഞ്ഞിട്ട്. എന്നിട്ട് അവർക്ക് മനസ്സിലാതെ വീണ്ടും അത് മാറ്റണം എന്ന് പറഞ്ഞിട്ട് എന്നോട് പൈസ ഈടാക്കാനുള്ള പരിപാടിയാണല്ലോ. അപ്പൊ ഇത് പറ്റിക്കുകയാണല്ലോ. ഒരാൾ നമ്മൾ സർവീസിന് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ കംപ്ലൈന്റ് ഉണ്ടെന്നുള്ള അറിയാൻ പറ്റും, ഏത് സർവീസ് സെന്ററിലാണെങ്കിലും. എന്നിട്ട് ഒക്കെ റെഡിയാക്കിയിട്ട് നമുക്ക് തരാം. ഇത് 2 ദിവസം കൊണ്ട് വീണ്ടും സർവീസ് ചെയ്യണം എന്ന് പറഞ്ഞാണ്ട് അതിനെന്താ ചെയ്യാ? അപ്പം എല്ലാവരും ഇത് ഷെയർ ചെയ്യാം.